എനിക്ക് തോന്നുന്നു ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ നിരാശയും ഞെട്ടലും ഉണ്ടാക്കിയ ഒരു വാർത്തയാണത്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. നോബൽ, എപ്പോഴായിരിക്കും പത്മജ വേണുഗോപാൽ BJP ആസ്ഥാനത്തെത്തി ഈ അംഗത്വം സ്വീകരിക്കുക? ഇന്നലെ JP നദ്ദയും പ്രകാശ് ജാവദേക്കറിനെയും ഒക്കെ കണ്ടിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. K. സുധാകരനും K. മുരളീധരനും അടക്കമുള്ള നേതാക്കൾ, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പത്മജയെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതൊന്നും വിജയിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പത്മജയുടെ ആക്ഷേപം? നേരത്തെ സിദ്ദീഖ് എന്നോട് പറഞ്ഞത് ED ഭയന്നാണ് പത്മജ പോയിരിക്കുന്നത് എന്നാണ്. പക്ഷേ പത്മജ പറയുന്നത് മറ്റെന്തോ ചില കാര്യങ്ങളാണ് എന്നാണ്. ഉറപ്പിച്ചോ പത്മജ? ഗുഡ് മോർണിംഗ് അരുൺ. കോൺഗ്രസിന് അത്ര ഗുഡ് മോർണിംഗ് അല്ല എന്ന യാഥാർത്ഥ്യമാണ്. പത്മജ എന്താണെങ്കിലും BJPയിലേക്ക് പോകുന്ന കാര്യം ഉറപ്പിച്ചിരിക്കുന്നു. ഇന്ന് 10:30 അല്ലെങ്കിൽ 11 മണിക്കോ BJP ദേശീയ ആസ്ഥാനത്ത് എത്തിക്കൊണ്ട് അംഗത്വം സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. BL സന്തോഷ് അടക്കമുള്ള നേതാക്കളിൽ നിന്നായിരിക്കും അംഗത്വം സ്വീകരിക്കുക എന്ന റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. പത്മജ ഇന്നലെ ആദ്യഘട്ടത്തിൽ പോകുമെന്ന വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഇട്ടെങ്കിലും വൈകുന്നേരമായപ്പോൾ അത് പോസ്റ്റ് അപ്രത്യക്ഷമാവുകയും അതോടൊപ്പം തന്നെ ഈ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ JP നദ്ദ BJP ദേശീയ അടക്കമുള്ള ആളുകളുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും ഏറെക്കുറെ കാര്യങ്ങളിൽ ധാരണ എത്തുകയും ചെയ്തു എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. അതിന്റെ അടിസ്ഥാനത്താണ് ഇന്നിപ്പോൾ പാർട്ടി അംഗത്വത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. പത്മജ വേണുഗോപാൽ പോകുമ്പോൾ നിരവധി കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തവണ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ തന്നെ തോൽപ്പിക്കാൻ നിന്ന ആളുകൾക്കെതിരെ നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, ആ ആളുകളെ പാർട്ടിയുടെ പുനഃസംഘടനയിൽ കൃത്യമായി ഉൾപ്പെടുത്തി എന്ന ആക്ഷേപം അവർ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നാണ് മറ്റൊരു ആക്ഷേപം. ഇപ്പോഴും ആ രാജ്യസഭാ സീറ്റ് താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലും പക്ഷേ തീരുമാനം നേതാക്കളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്ന വിമർശനം പത്മജ വേണുഗോപാലിനുണ്ട്. അതോടൊപ്പം തന്നെ കരുണാകരൻ സ്മാരകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതൃപ്തി പരസ്യപ്പെടുത്തിക്കൊണ്ടാണ് പോകാൻ ഒരുങ്ങുന്നത് എന്നാണ് ഇപ്പോൾ എന്താണെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അനുനയ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെയും ഇന്നുമായി ഉണ്ടായി എന്നും അറിയാൻ കഴിയുന്നു. പ്രത്യേകിച്ച് KC വേണുഗോപാലും അതോടൊപ്പം തന്നെ K. സുധാകരനും പത്മജയെ വിളിച്ച് സംസാരിച്ചു എന്നാണ് അറിയുന്നത്. അവർക്ക് കൂടിക്കാഴ്ച പത്മജയുടെ ഒരു പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കൂ. എന്തുകൊണ്ടാണ് പത്മജ അങ്ങനെ ഒരു ശ്രമം നടത്തിയത് എന്നുള്ളതാണ് കോൺഗ്രസുകാരെ അമ്പരപ്പിച്ചിരിക്കുന്നത്. പല കഥകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. എന്നാലും പത്മജയോട് തന്നെ ഒരുപക്ഷെ നോബൽ നേരിട്ട് ചോദിക്കൂ, നമ്മളോടൊക്കെ ഒരു പ്രതികരണം തരുമോ എന്ന് പത്മജയോട് ചോദിക്കൂ. അതിനുള്ള സാധ്യത കുറവാണ്. 11 മണിക്ക് മുമ്പ് ഒരുപക്ഷെ അവർ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയില്ല. എങ്കിലും നോബൽ ഒന്ന് ശ്രമിക്കൂ. എനിക്കിപ്പം IC ബാലകൃഷ്ണൻ